നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് രണ്ടാം ഘട്ട മത്സരങ്ങളും കഴിഞ്ഞല്ലോ. ഇനി റൗണ്ട് ഓഫ് 16 പോരാട്ടങ്ങളാണ് വരാൻ പോകുന്നത്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇതാ നടക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ നിലവിലുള്ള 16 ടീമുകളിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത നമ്മളത് പരിശോധിക്കുകയാണ്. ഇതിപ്പം goal.com അവതരിപ്പിച്ച ഒരു പവർ റാങ്കിങ് ആണ്. അപ്പോൾ ഏറ്റവും താഴെ പവർ റാങ്കിങ്ങിൽ ഏറ്റവും താഴെയുള്ള ടീമിന് കുറഞ്ഞ കിരീട സാധ്യത എന്ന് മനസ്സിലാക്കുക. ഫെയനൂർദിനാണ് 16ാം സ്ഥാനം റാങ്കിങ്ങിൽ കൊടുക്കുന്നത്. ഫെയനൂർദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം AC മിലാനെ മറികടന്നുകൊണ്ടാണ് അവർ പ്രീ ക്വാർട്ടറിലേക്ക് വരുന്നത്. എന്തായാലും അവർ അധിക ദൂരം മുന്നോട്ട് പോകുമെന്ന് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത കണക്കാക്കുന്നു ഫെയനൂർദ് 16ാം സ്ഥാനത്ത്. 15ാം സ്ഥാനത്താണ് ബെൻഫിക്കയെ ഇപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ PSV ഐന്തോവൻ വരുന്നത് 14ാം സ്ഥാനത്താണ്. PSV ഐന്തോവൻ 14ാം സ്ഥാനത്ത് വരുമ്പോൾ 13ാം സ്ഥാനത്താണ് ക്ലബ് ബ്രൂഗെ. അറ്റലാന്റയെ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. എന്തായാലും അവർക്ക് 13ാം സ്ഥാനം പവർ റാങ്കിങ്ങിൽ കൊടുക്കുമ്പോൾ 12ാം സ്ഥാനത്താണ് ലില്ലി OSC വരുന്നത്. 11ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ട്. ഇനി 10ാം സ്ഥാനത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടീമായ ആസ്റ്റൺ വില്ലയാണ്. അവർ പ്ലേ ഓഫ് ഒന്നും കളിക്കേണ്ട, നേരിട്ട് തന്നെ റൗണ്ട് ഓഫ് 16 ഇടം പിടിച്ച ടീമായിരുന്നു. 9ാം സ്ഥാനത്ത് ആഴ്സണൽ, മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബ്, അവരും നേരിട്ട് റൗണ്ട് ഓഫ് 16 ഇടം പിടിച്ച ടീമാണ്. 8ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജർമ്മൻ, ബ്രസ്റ്റിനെ 10 ഗോളിൽ മുക്കിയിട്ടാണ് അവർ മുന്നോട്ട് കടന്നത് എന്ന കാര്യം ഓർക്കുക. മാത്രമല്ല നിലവിൽ അവർ മിന്നും ഫോമിലാണുള്ളത്. അവരുടെ ലീഗ് ഘട്ടത്തിലെ വമ്പൻ ടീമുകളോടായിരുന്നു അവർക്ക് കളികളൊക്കെ വന്നത്. എന്തായാലും അവരിപ്പോൾ മികച്ച പ്രകടനം തന്നെ നടത്തുന്നു. അതുകൊണ്ടാണ് അവർ 8ാം സ്ഥാനത്ത് വരുന്നത്. 7ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക്. ഇനി 6ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസന്. 5ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ, അവർ നേരിട്ട് റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കിയ ടീമാണ്. 4ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു പവർ റാങ്കിങ്ങിൽ വരുന്നത്. ഹുലിയൻ ആൽവാരസിന്റെ ഒക്കെ ഒരു മികവിൽ അവർ മികച്ച സീസണാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 3ാം സ്ഥാനത്താണ് ഇപ്പോൾ FC ബാഴ്സലോണ. നമുക്കറിയാം ലീഗ് ഘട്ടം കഴിയുമ്പോൾ 2ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. നിലവിൽ പക്ഷേ ഈ ഒരു റാങ്കിങ്ങിൽ അവർ 3ാം സ്ഥാനത്തേക്ക് വരുന്നു. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലൊക്കെ അവർ 2ാമതായിരുന്നു എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായത് ഒരു ടീമിന്റെ കുതിപ്പ് കൊണ്ടാണ്. 2ാം സ്ഥാനത്ത് ലിവർപൂള്. പവർ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് ലിവർപൂൾ. ലീഗ് ഘട്ടം അവസാനിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. കഴിഞ്ഞ പവർ റാങ്കിങ് വരെ അവർക്ക് തന്നെയാണ് 1ാം സ്ഥാനം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് goal.com ഏറ്റവും അധികം കിരീട സാധ്യത യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കൽപ്പിക്കുന്ന ടീമായിട്ട് പരിഗണിക്കുന്നത് മറ്റാരുമല്ല, റയൽ മാഡ്രിഡ് ആണ്. UCL രാജാക്കന്മാർ. UCL ആവുമ്പോൾ അവർ വേറെ ലെവലാവും എന്നുള്ളത് വെറുതെ പറയുന്നതല്ല. അത് എത്ര തവണ നമ്മൾ കണ്ടു. പെപ്പ് അത് വീണ്ടും ഇപ്പോൾ കണ്ടറിയുക മാത്രമല്ല കൊണ്ടറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് റയൽ മാഡ്രിഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇക്കാര്യത്തിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി മുന്നോട്ട് പോകാം. വീഡിയോസ് അനുഭവം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.